ഗംഗേട്ടൻ ബാലചന്ദ്രനെ വിളിക്കുകയാണ്. ഞാൻ ഉടനെ എത്തും, ഇപ്പോൾ ഡൽഹിയിലെത്തി, 2 ദിവസത്തിനകം ഞാൻ നാട്ടിലെത്തുമെന്ന് പറയുന്നുണ്ട്. കാര്യങ്ങളൊക്കെ അറിഞ്ഞു. അപ്പോൾ ബാലചന്ദ്രൻ പറഞ്ഞു, വൈജയന്തിക്ക് ഒരു ആക്സിഡൻറ്റ് പറ്റി, അവൾ ഹോസ്പിറ്റലിലാണ്, കുറച്ച് ഇഞ്ചുറീസൊക്കെ ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. നീ കുറേ കള്ളക്കഥകളൊക്കെ പറഞ്ഞ് നടക്കുന്നുണ്ടെന്ന് ശിവൻ പറയുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ ബാലചന്ദ്രൻ ചോദിക്കുകയാണ്, ഞാൻ പിന്നെ എന്ത് വേണമായിരുന്നു, സത്യമായ കാര്യങ്ങളൊക്കെ തുറന്ന് പറയണമായിരുന്നു എന്ന് ചോദിക്കുന്നു. നീ എനിക്ക് അലീനയെ ഒഴിവാക്കാമായിരുന്നില്ലേ എന്ന് ചോദിച്ചു. നിനക്ക് അവളുമായിട്ട് രക്തബന്ധമൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ ബാലചന്ദ്രൻ പറയുന്നു, ആര് പറഞ്ഞു, അവൾ എൻ്റെ സ്വന്തം മകളാണെന്ന് പറഞ്ഞു. അങ്ങേട്ടൻ പറയുകയാണ്, ഞാനന്ന് നാട്ടിൽ വന്നപ്പോൾ കാര്യങ്ങളൊക്കെ ഏതാണ്ട് ഞാൻ ഊഹിച്ചിരുന്നു. വൈജയന്തിയുടെ സ്വന്തം മകളാണ് അലീന എന്ന് എനിക്കപ്പോൾ തോന്നിയിരുന്നു എന്ന് പറഞ്ഞു. ഓഹോ, അപ്പോൾ എല്ലാം അറിഞ്ഞിട്ട് മിണ്ടാതെ കടന്നു കളഞ്ഞതാണല്ലേ എന്ന് ബാലചന്ദ്രൻ ചോദിക്കുകയാണ്. ബാലചന്ദ്ര, നീ ഒന്ന് അടങ്ങ്, ഞാൻ അങ്ങ് വന്നിട്ട് നമുക്കെല്ലാം സംസാരിക്കാം എന്നൊക്കെ ഗംഗേട്ടൻ ബാലചന്ദ്രനെ സമാധാനിപ്പിക്കുന്നുണ്ട്. ബാലചന്ദ്രൻ വളരെ സൗമ്യനായിട്ടാണ് ഗംഗേട്ടനോട് സംസാരിക്കുന്നത്.